ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് വൈകിക്കാണ്ട് തന്നെ വീഡിയോയിലോട്ട് പോവാം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിനോട് പറയാറില്ലേ, ടീച്ചറെ ഇവനെ ഇവൾ തല്ലി, ഇവളെ ഇവൻ തല്ലി എന്നൊക്കെ. അപ്പൊ ടീച്ചർ എന്താ സ്വാഭാവികമായിട്ട് പറയുക, തല്ല് കിട്ടിയ ആള് വന്ന് പറയട്ടെ, അതല്ലെങ്കിൽ അവനല്ലേ തല്ല് കൊണ്ടത്, അതപ്പ അവൻ പറഞ്ഞോളൂ, നീ പറയണ്ട എന്നുള്ളത്. അതേ ആ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയ തന്നെയാണ് ഈ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റും കൺവേ ചെയ്യുന്നത്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്നുള്ള ഡോക്ട്രിൻ ഒരു കോമൺ ലോ പ്രിൻസിപ്പിൾ ആണ്. കോമൺ ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇംഗ്ലീഷ് ലോ. സോ ഈ ഒരു ഡോക്ട്രിൻ കൺവേ ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഒരു കരാറിലെ അതല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലെ കക്ഷികൾക്ക് മാത്രമാണ് അവരവരുടെ റൈറ്റ്സും ലയബിലിറ്റീസും ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം കേസ് കൊടുക്കാൻ അവകാശം ഉള്ളൂ എന്നുള്ളത്. രണ്ട് പാർട്ടീസ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പാർട്ടി താൻ ചെയ്യേണ്ട ഡ്യൂട്ടി ബ്രീച്ച് ചെയ്യാണ്. സോ ഓപ്പോസിറ്റ് പാർട്ടിയുടെ റൈറ്റ് അവിടെ സ്വാഭാവികമായിട്ട് എന്താണ്, വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് മാത്രമാണ് ഈ ബ്രീച്ച് ചെയ്ത വ്യക്തിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ അവകാശം ഉള്ളൂ. അതല്ലാണ്ട് വേറൊരു ഔട്ട്സൈഡർക്ക് ഇതിൽ കളിക്കാൻ പറ്റില്ല, അതായത് ഇതിൽ കയറിയിട്ട് ഇന്റർഫിയർ ചെയ്യാൻ സാധിക്കില്ല. No stranger is allowed to confer obligations upon any person who is not a party to contract, even though contract have been entered into for his benefit. ഇപ്പൊ സപ്പോസ് മറ്റൊരു വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്, താൻ ചെയ്യേണ്ട ഡ്യൂട്ടി ബ്രീച്ച് ചെയ്യാണ്. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പോലും ഈ ഔട്ട്സൈഡർക്ക് ഈ ഡ്യൂട്ടി ബ്രീച്ച് ചെയ്തിട്ടുള്ള ആൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. ഓൺലി പാർട്ടി ടു കോൺട്രാക്ട് ക്യാൻ സ്യൂ ഈച്ച് അതർ. അതാണ് ഈ ഒരു ഡോക്ട്രിൻ മുന്നോട്ട് വെക്കുന്ന ഐഡിയ. ഈ റൂൾ ഓഫ് പ്രിവിറ്റി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ട്രിൻ ആണ്. അതായത് ആ ഒരു കോൺട്രാക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് പരസ്പരം അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലാണ്ട് മറ്റൊരു വ്യക്തിക്ക് ഇതിൽ കയറിയിട്ട് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. സോ ഇൻ എ നട്ട്ഷെൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കോൺട്രാക്റ്റിൽ പാർട്ടീസ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമാണ് പരസ്പരം അവരവരുടെ റൈറ്റ്സും ലയബിലിറ്റീസും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂ ചെയ്യാനുള്ള അവകാശമുള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് എസെൻഷ്യൽസ് ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് പാർട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് എന്താണ്, അവർ ആ പാർട്ടീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള പാർട്ടീസ് എന്തായിരിക്കണം, കോമ്പീറ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അവർ ഒരു വാലിഡ് കൺസിഡറേഷനും കൈമാറിയിട്ടുണ്ടായിരിക്കണം. സോ പാർട്ടീസ് കോമ്പീറ്റന്റ് ആയിരിക്കണം, ആ കോൺട്രാക്റ്റിൽ ഒരു കൺസിഡറേഷൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് ആ കോൺട്രാക്റ്റിലുള്ള ഒരു പാർട്ടി തൻ്റെ മുകളിൽ ഇൻഫ്ലിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്യൂട്ടി ബ്രീച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് താൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ചെയ്യാണ്ട് ഇരുന്നിട്ടുണ്ടായിരിക്കണം. ആൻഡ് നാലാമതായിട്ട് ഓൺലി പാർട്ടീസ് ടു കോൺട്രാക്ട് ക്യാൻ സ്യൂ ഈച്ച് അതർ. അങ്ങനെ ബ്രീച്ച് വരുന്ന സന്ദർഭങ്ങളിൽ അതായത് ഒരു വ്യക്തി കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ റൈറ്റ് ആണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ആ പാർട്ടിക്ക് മാത്രമാണ് ഓപ്പോസിറ്റ് പാർട്ടീനെ സ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലാണ്ട് വേറൊരു ഔട്ട്സൈഡർക്ക് ഈ വ്യക്തിയെ സ്യൂ ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. ആദ്യം രണ്ട് പാർട്ടീസ് അവിടെ വേണം, ഈ പാർട്ടീസ് കോമ്പീറ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ കോൺട്രാക്റ്റിൽ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ആ കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി തൻ്റെ മുകളിൽ ഇൻഫ്ലിക്റ്റ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടി ബ്രീച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഓപ്പോസിറ്റ് പാർട്ടിക്ക് മാത്രമാണ് ഈ ബ്രീച്ച് ചെയ്ത വ്യക്തിക്കെതിരെ സ്യൂ ചെയ്യാൻ അവകാശമുള്ളൂ. ഇനി നമുക്ക് എക്സെപ്ഷൻസ് ടു ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് നോക്കാം. ആദ്യമായിട്ട് ട്രസ്റ്റ്. ഒരു ട്രസ്റ്റിന്റെ ട്രസ്റ്റിയും അതുപോലെ തന്നെ വേറൊരു പേഴ്സണും തമ്മിലാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. ബട്ട് ആ ട്രസ്റ്റിന്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ അവകാശപ്പെട്ടിട്ടുള്ള ഒരു ബെനിഫിഷ്യറി ഉണ്ട്. സോ
ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആ ബെനിഫിഷ്യറി ഇവിടെ ആ കോൺട്രാക്റ്റിലെ പാർട്ടിയല്ല. ബട്ട് എങ്കിൽ പോലും ആ ബെനിഫിഷ്യറിയുടെ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതിലെ ഡ്യൂട്ടീസ് ഒക്കെ വയലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് എതിരായിട്ട് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് ഫാമിലി സെറ്റിൽമെന്റ്. അതായത് ഒരു ഫാമിലി അറേഞ്ച്മെന്റ് അതല്ലെങ്കിൽ ഒരു ഫാമിലി സെറ്റിൽമെന്റിന്റെ മുകളിൽ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ കോൺട്രാക്റ്റിന്റെ ബെനിഫിഷ്യറിക്ക് എന്ത് ചെയ്യാം? അയാളുടെ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിലുള്ള ഇത് വയലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടിക്ക് എതിരായിട്ട് എന്ത് ചെയ്യാം? സ്യൂ ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് അസൈൻമെന്റ് ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിലെ റൈറ്റ്സോ അതല്ലെങ്കിൽ ഡ്യൂട്ടീസോ അതല്ലെങ്കിൽ ബെനിഫിറ്റ്സോ വേറൊരു പാർട്ടിക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഒരു തേർഡ് പാർട്ടിക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്കും എന്ത് ചെയ്യാം? ഈ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടി തൻ്റെ ഡ്യൂട്ടീസ് വയലേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എതിരായിട്ട് സ്യൂ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് അക്നോളജ്മെന്റ് ഓർ എസ്റ്റോപ്പൽ. എസ്റ്റോപ്പൽ നിയമം എന്താണ് എന്നുള്ളത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരാൾ വേർഡ്സ് വഴിയോ അതല്ലെങ്കിൽ അയാളുടെ കോണ്ടാക്ട് വഴിയോ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സോ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തി പറയാണ് ഒരു തേർഡ് പാർട്ടിയോട്, അതായത് ഒരു കോൺട്രാക്റ്റിൽ പാർട്ടി ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടിയോട് പറയാണ്, ഞാൻ എന്തെങ്കിലും ഡ്യൂട്ടി ബ്രീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള നിങ്ങൾക്കും എനിക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ് എന്നുള്ളത്. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? ഈ പാർട്ടീനെ സ്യൂ ചെയ്യാവുന്നതാണ്. അഞ്ചാമതായിട്ട് കോൺട്രാക്ട് ത്രൂ ഏജന്റ്. ഇപ്പൊ ഇന്നത്തെ ഒരു ബിസിനസ് വേൾഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പ്രിൻസിപ്പളിന്റെ ബിഹാഫിൽ പല കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്യുന്നത് ഏജന്റ് ആണ്. സോ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഒരു ഏജന്റ് ആണ് പ്രിൻസിപ്പളിന്റെ ബിഹാഫിൽ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ഏജന്റിനോ അതല്ലെങ്കിൽ ആ പ്രിൻസിപ്പൾക്കോ സ്യൂ ചെയ്യാവുന്നതാണ് ഓപ്പോസിറ്റ് പാർട്ടീനെ. രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് സ്യൂ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സ്യൂ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ആയിട്ട് എ കവനന്റ് റണ്ണിംഗ് വിത്ത് ദ ലാൻഡ്. ഈ കവനന്റ് റണ്ണിംഗ് വിത്ത് ദ ലാൻഡ് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പീറ്റർ എന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു പെർട്ടിക്കുലർ ലാൻഡ് ഉണ്ടായിരുന്നു. ആൻഡ് അയാൾ എന്ത് ചെയ്യാണ്? ആ ലാൻഡ് ജോൺ എന്നുള്ള വ്യക്തിക്ക് വിൽക്കുകയാണ്. ഒരു കവനന്റിന്റെ പുറത്താണ് വിൽക്കുന്നത്. അയാൾ വെച്ച കവനന്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ലാൻഡിന്റെ ഒരു പെർട്ടിക്കുലർ ഭാഗം എപ്പോഴും പബ്ലിക് പാർക്കായിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. ജോൺ എന്ത് ചെയ്യണം? ജോൺ ആ കവനന്റ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടേ പോരുമായിരുന്നു. ആൻഡ് ഒരു ദിവസം ജോൺ എന്ത് ചെയ്യണം? ആ ലാൻഡ് അർജുൻ എന്നുള്ള വ്യക്തിക്ക് വിൽക്കുകയാണ്. ആൻഡ് അർജുനോട് അയാൾ എന്ത് പറഞ്ഞു? ഇത് എനിക്ക് മുന്നേ വിറ്റിരുന്ന ആൾ ഒരു കവനന്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇതിന്റെ കുറച്ച് ഭാഗം പബ്ലിക് പാർക്കായിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അർജുന കവനന്റിനെ കുറിച്ച് അവെയർ ആയിട്ടും, പക്ഷെ അയാൾ എന്ത് ചെയ്തു? ആ പറഞ്ഞ പബ്ലിക് പാർക്ക് ആക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് തന്നെ ഒരു വീട് അങ്ങോട്ട് വെച്ചു. ആൻഡ് പീറ്റർ ഇതറിയാണ്, ആ ലാൻഡിന്റെ ഈ ഭാഗത്ത് വീട് വെച്ചു എന്നുള്ളത്. സോ അങ്ങനെ വരുന്ന സമയത്ത് പീറ്റർ നമ്മുടെ അർജുനെതിരായിട്ട് കേസ് കൊടുത്തു. സോ ഈ ഒരു സന്ദർഭത്തിൽ അർജുൻ ആ ഒരു കോൺട്രാക്റ്റിലെ പാർട്ടി അല്ലെങ്കിൽ പോലും അയാളുടെ മുകളിൽ ആ ലയബിലിറ്റി കിടക്കുന്നുണ്ട് എന്തായാലും. കാരണം കവനന്റ് പാലിച്ചു പോരുക എന്നുള്ളത് അർജുന്റെ ഡ്യൂട്ടി ആയിരുന്നു. സോ ഇവിടെ എന്ന് പറയുമ്പോൾ അർജുൻ ആ കവനന്റ് വയലേറ്റ് ചെയ്തതിന് ലയബിൾ ആണ് എന്നാണ് പറയുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ കവനന്റ് റണ്ണിംഗ് വിത്ത് ലാൻഡിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു ലാൻഡ് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്തൊരു കവനന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈവൻ ദോ അത് നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആ ഒരു കാര്യത്തിനെ അനുസരിക്കേണ്ടത് അല്ലെങ്കിൽ പാലിക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ്. അതല്ലാത്ത പക്ഷം നമ്മൾ ആ കോൺട്രാക്റ്റിൽ പാർട്ടി അല്ലെങ്കിൽ പോലും നമുക്കെതിരായിട്ട് അതിലെ ഒരു പാർട്ടിക്ക് സ്യൂ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു എക്സെപ്ഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയ.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.